ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമാത്രം സീരിയലിലെ നമ്മുടെ പ്രിയ സീരിയല് ക്ലൈമാക്സിലേക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ് ഫ്രണ്ട്സ്. അതിന്റെ നാളത്തെ പ്രൊമോ റിവ്യൂലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നമ്മുടെ ക്ലൈമാക്സിന്റെ പ്രൊമോ ആണ് കാണിച്ചിരിക്കുന്നത്. അതിൽ കാണിക്കണ വേറൊന്നുമല്ല, നമ്മുടെ ആകാശ് വീണ്ടും വീണ്ടും വന്ന ആദീനെയും അതുപോലെ തന്നെ ചിപ്പിനെയും ഭീഷണിപ്പെടുത്തിയത് അറിഞ്ഞിട്ട് മഹേഷ് ആകാശിനെ കാണാൻ വേണ്ടി ആകാശിന്റെ വീട്ടിലേക്ക് തന്നെ പോകുവാട്ടോ. ആ സമയത്ത് ആകാശ് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാടാ ഇവിടേക്ക് വന്നത്? എടാ, ഞാൻ നിന്റെ പല വട്ടം കണ്ടിട്ടുണ്ട് എന്റെ മോന്റെ പുറകിൽ നീ ഇനി നടക്കരുതെന്ന്. എടാ, ഞാൻ നടക്കോടാ. അതിനെ കാരണം എന്തെന്നറിയാവോ? എടാ, നിന്റെ മോനെ എനിക്ക് അത്രമാത്രം ഇഷ്ടമാടാ. ചീ, നിന്റെ ഇഷ്ടം എന്താന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാടാ. അവനെ നിനക്കൊരു അടിമക്കണ്ണാക്കണം. അതിനല്ലേടാ നീ ഇത്ര കഷ്ടപ്പെടുന്നത്. ഓ, ഇനിയിപ്പൊ നിനക്ക് അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ. ഒരു 5-6 വർഷം ഞാനല്ലേടാ നിന്റെ മോനെ നോക്കിയത്. അവന്റെ തണ്ടും തടിയൊക്കെ ഇവിടെ നിന്ന് തിന്ന ചോറ് തന്നെയാടാ. ആയിക്കോട്ടെ, അതിന് ഞാൻ നിനക്ക് എത്ര രൂപ തരണം പറയടാ. അതിന്റെ പലിശ സഹിതം ഞാൻ നിനക്ക് തരാം. ഓ, അങ്ങനെയാണെങ്കിൽ നീ കുറെ തരേണ്ടി വരുമല്ലോടാ എന്ന് പറയണം. ദേ ആകാശേ, മര്യാദക്ക് ഞാനായിട്ട് ഒരു പ്രാവശ്യം പോലും ഒരു പ്രശ്നത്തിനും നിന്റെ അടുത്തേക്ക് വന്നിട്ടില്ല. പിന്നെ നീയാണ് ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണത്. മര്യാദക്കല്ലെങ്കിൽ ആകാശ്, നിന്നെ കൊന്ന് ജയിലിൽ പോവാനും എനിക്കൊരു മടിയില്ല. എന്റെ 3 മക്കളെയും മിഷിതയും വീട്ടുകാരും നന്നായിട്ട് നോക്കുമെന്ന് എനിക്കറിയാം. ഓഹോ, നിനക്ക് അത്രക്ക് ധൈര്യമാണെങ്കിൽ കൊല്ലടാ എന്നെ എന്ന് ആകാശ് പറയുമ്പോഴേക്കും മഹേശ്വർ ഒറ്റ അടി വെച്ച് കൊടുക്കാണ് ആകാശിന്റെ മുഖത്ത്. ആകാശ് അപ്പൊ തന്നെ തല കറങ്ങി അവിടുത്തെ ഡൈനിങ് ടേബിളിൽ വീടാണ്. അപ്പോഴേക്കും രചന വരുന്നുണ്ട്. ആകാശിനെ തൊട്ടു പോകരുത്, നീ പോടി വേശി എന്ന രീതിയിൽ നമ്മുടെ മഹേഷ് രചനനെ നോക്കുന്നുണ്ട്. നീ ഒരു ചവിട്ടുകുട്ടി ആടി, നീ ഒരു അഴുക്ക് ചാലാടി എന്നൊക്കെ ഇങ്ങനെ പറയാണ്. മതി, ഇവിടെ വന്ന് കയറി മഹേഷ് എടുത്ത് ഇത്ര വൃത്തികേട് സംസാരിക്കാൻ. മഹേഷ് ആരാ എന്നൊക്കെ ചോദിക്കുമ്പോ, ഞാൻ ആരെങ്കിലും ആവട്ടെ, ഇനി എന്റെ മോന്റെയോ മോളുടെയോ ജനിക്കാൻ പോകുന്ന കുഞ്ഞിന്റെയോ ഇഷിതയുടെയോ എന്റെ വീട്ടുകാരുടെയോ ഞാൻ സ്നേഹിക്കുന്നവരുടെയോ നിഴൽവട്ടത്ത് പോലും നിങ്ങളെ കണ്ടു പോവരുത്. കണ്ടു കഴിഞ്ഞാ രണ്ടിനെ ഞാൻ തീർത്ത് കളയും എന്ന് പറഞ്ഞിട്ട് മഹേഷ് തിരിച്ചു പോകാണ്. അപ്പൊ അടിയൊക്കെ കൊണ്ട് നമ്മുടെ ആകാശിന്റെ ചുണ്ടൊക്കെ ഒന്ന് പൊട്ടിയിട്ടുണ്ട് കേട്ടോ. ആകാശ് മഹേഷ് പോയി കഴിയുമ്പോ രചന അടുത്ത് പറയുന്നുണ്ട്, ഇനി ആകാശ് വെറുതെ ഇരിക്കില്ല. ഇനിയാണ് ആകാശിന്റെ തനി സ്വഭാവം മഹേഷ് കാണാൻ പോണത്. ആകാശിന്റെ അവസാനത്തെ കളിയാണ് ഇനി മഹേഷ് കാണാൻ പോകുന്നത് എന്ന് പറയണ്ട. അതിനർത്ഥം തീർന്നു, അതായത് ഇനിയിപ്പോ ഈ ഒരു ഭാഗം കൂടി ഉള്ളൂ എന്ന് തന്നെയാണ് കേട്ടോ. അങ്ങനെ ആകാശ് രാത്രിക്ക് രാത്രി വേഷം മാറി, അതായത് ഒരു കറുത്ത കോട്ടൊക്കെ ഇട്ടിട്ട് കണ്ണ് മാത്രം കാണുന്ന രീതിയിൽ മുഖമൊക്കെ വലിച്ച് മൂടി കെട്ടിയിട്ട് മഹേഷിന്റെ ഫ്ലാറ്റിലേക്ക് കിടക്കാണ്. അവിടെ ആകാശിനെ സഹായിക്കാൻ കുറച്ച് ആൾക്കാരുണ്ടല്ലോ, അവരുടെ സഹായത്തോടെ ആ ഒരു ഫ്ലാറ്റിലേക്ക് കയറാണ് നമ്മുടെ ആകാശ് കേട്ടോ. എന്നിട്ട് ഇഷിതേനെ ഇല്ലാതാക്കണം, അത് തന്നെയാ മഹേഷിന്റെ ഉദ്ദേശം. എന്നിട്ട് അത് നമ്മുടെ ആദിയുടെ തലയിലേക്ക് ഇടുക, അതാണ് കേട്ടോ. അപ്പൊ ആദിയുടെ ഒരു മാനസിക നില തെറ്റിയ രീതിയിലൊക്കെയാണെന്നാണല്ലോ ആകാശ് പോയി കോടതിയിൽ പറഞ്ഞത്. അപ്പൊ ഇഷിതേനെ ഇങ്ങനെ കുത്തിയാലും ആ വീട്ടിൽ ആര് കുത്താനാണ്? എന്നിട്ട് ആ കത്തി കൊണ്ടുപോയിട്ട് നമ്മുടെ ആദിയുടെ കിടക്കുന്ന റൂമിൽ കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ ആദിയാണെന്ന് മനസ്സിലാവുമല്ലോ. ആദിയുടെ മാനസിക നില തെറ്റിയ സമയത്ത് അവൻ ചെയ്തതാണെന്ന് പറഞ്ഞു തീർക്കുകയും ചെയ്യാം. അതാണ് ആകാശിന്റെ ഉദ്ദേശം കേട്ടോ. അങ്ങനെ രചനയാണെന്നുണ്ടെങ്കിൽ മഞ്ജുമേനെ വിളിക്കുന്നുണ്ട്. മഞ്ജുമേ, ഇന്ന് ആകാശ് അവിടെ വരുന്നുണ്ട് ചില കളികൾ കളിക്കാനായിട്ട്. നീ ആ വാതിലൊന്ന് തുറന്നു കൊടുക്കണം കേട്ടോ. ഓ, ഞാൻ ഏറ്റു രചന. അല്ലെങ്കിലും എനിക്കും കുറച്ച് കണക്കുകൾ തീർക്കാനുണ്ട്. വെരി ഗുഡ്. എന്തായാലും ഇന്ന് രാത്രി നീ വാതിൽ ലോക്ക് ചെയ്യരുത്. അച്ഛനാണെങ്കിൽ പൊതുവെ വാതിലൊക്കെ ലോക്ക് ചെയ്യാറ്. അച്ഛൻ ലോക്ക് ചെയ്താലും ഞാൻ തുറന്നു കൊടുത്തോളാം എന്ന് പറയാണ്. ശരി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആകാശ് വരുന്ന സമയത്ത് മഞ്ജുമയുടെ മൊബൈലിലേക്ക് ആകാശ് മിസ് കോൾ അടിക്കുകയാണ്. മഞ്ജുമ വാതില് പതുക്കെ ഒന്ന് ലോക്ക് തുറന്നിട്ട് ഒന്നൊരത്തെ പോലെ പോയി കിടക്കുക കേട്ടോ. ആകാശ് അവിടുത്തെ മെയിൻ സ്വിച്ച് ഓഫ് ആക്കുന്നുണ്ട്. മഹേഷിന്റെ ഇഷിതയുടെ റൂം ആകാശിനെ നന്നായിട്ട് അറിയാം. ആ റൂമിലേക്ക് കയറിയിട്ട് ഇഷിതനെ കുത്തുക. എന്നിട്ട് ആ കത്തി എടുത്തിട്ട് നമ്മുടെ ആദിയുടെ റൂമിലേക്ക് കൊണ്ടിട്ട് ആദിയുടെ കൈ അതിന്റെ ആ കത്തിയുടെ മുകളിലേക്ക് വെക്കുക. അപ്പൊ കത്തിയൊക്കെ നമ്മുടെ ആകാശാണെങ്കിൽ കയ്യുറ വെച്ചിട്ടാണ് പിടിച്ചിരിക്കുന്നത്. അപ്പൊ ആകാശിന്റെ കൈപ്പാടുകൾ ആവാതിരിക്കാനായിട്ട് അങ്ങനെ അവിടേക്ക് വരുവാണ് നമ്മുടെ ആകാശ് കേട്ടോ. അതിനുശേഷം ഇഷിതയുടെയും അതുപോലെ തന്നെ മഹേഷിന്റെ റൂമിലേക്ക് കടക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു ഭാഗമാണ് നമുക്ക് പ്രൊമോയില് കാണിച്ചിരിക്കുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, ഇഷിതക്ക് ഒന്നും സംഭവിക്കുന്നില്ല. കാരണം അടുത്ത ആഴ്ച നമ്മുടെ ക്ലൈമാക്സിൽ ഇഷിത ഒരു കുഞ്ഞിനെ, ഒരു പെൺകുഞ്ഞാണോ ആൺകുഞ്ഞാണോ ഒന്നും അറിയത്തില്ല, എന്തായാലും നല്ല ആരോഗ്യമുള്ള കുഞ്ഞിനെ തന്നെ പ്രസവിക്കുന്നുണ്ട് ഇഷിതക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല. പക്ഷേ ആ ഒരു ക്ലൈമാക്സ് ഭാഗത്തിൽ നമ്മുടെ മഞ്ജുമേനെ കാണുന്നില്ല. ഇത് ഞാൻ ക്ലൈമാക്സിൽ ഒരു ഫോട്ടോ കണ്ടതാണ് കേട്ടോ. അതില് മഞ്ജുമ മാത്രമല്ല ആ ഒരു എപ്പിസോഡ് എടുത്ത സമയത്ത്. അപ്പൊ അതിനർത്ഥം എന്താണ്? ഈ കുത്ത് കിട്ടിയത് മഞ്ജുമക്കാണെന്ന് എനിക്ക് നല്ല സംശയം കേട്ടോ. അതെ, മഞ്ജുമക്ക് തന്നെ കൊള്ളണം. കാരണം ശത്രുക്കളായിട്ട് ഇനി ആകെ ഉള്ളത് നമ്മുടെ ആകാശും അതുപോലെ തന്നെ രചനയും മഞ്ജുമയും മനസ്വിനിയാണ്.
അപ്പൊ മഞ്ജിമ ഇപ്പൊ കുത്തുകൊള്ളാണെങ്കിൽ മഞ്ജിമയുടെ ശല്യം തീർന്നു. ആകാശ് അതിന്റെ പേരിൽ ജയിലിലും പോകും. കാരണം വേറൊന്നല്ലേ, മഞ്ജിമനെ കുത്തിക്കൊന്ന ആ കേസായി. പിന്നെ നമ്മുടെ മറ്റേ അവളെ കൊന്നിട്ടുണ്ടല്ലോ, നമ്മുടെ അമ്മാവൻ അന്വേഷിച്ചു വരുന്ന പുള്ളിക്കാരത്തി സുമിതേന, പിന്നെ ആതിരയുടെ പീഡന കേസിലെ ആദ്യ പ്രതി. അതുകൊണ്ട് തന്നെ ആകാശിനെ പുറത്തിറങ്ങാൻ പറ്റില്ല. പിന്നെയുള്ളത് രചനനെ വലിയ ശത്രുവായിട്ട് കാണാൻ പറ്റുമൊന്നുമില്ല. കാരണം രചന എല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരു മൂലക്ക് കുത്തിയിരുന്ന് മാറിയിരുന്ന് കരയാൻ മാത്രമേ രചനക്ക് സാധിക്കുള്ളൂ. പിന്നെ മനസ്സുനി അവരുടെ ഭാഗം മാത്രമേ ഇനി ഒന്ന് ഒഴിവാവാൻ വേണ്ടിയിട്ടുള്ളൂ കേട്ടോ. എന്തായാലും ആകാശ് നാളെ ആ ഒരു കത്തിയായിട്ട് കുത്താൻ വേണ്ടി വരുന്നുണ്ട്. ആ കുത്ത് നമ്മുടെ മഞ്ജുമക്ക് തന്നെ കിട്ടട്ടെ എന്ന് നമുക്ക് വിശ്വസിക്കാം. അങ്ങനെ അത് കിട്ടുകയാണെങ്കിൽ തന്നെ മഞ്ജുമക്ക് രക്ഷപ്പെടാൻ പോലും പറ്റില്ല. കാരണം വെച്ചാല് അത്രയും വലിയൊരു കുത്താണ് കിട്ടണത്. നമ്മുടെ അത്രയും വലിയൊരു കത്തിയാണ് ഉള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ കത്തി വെച്ചിട്ട് ഒരു കുത്ത് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കുത്ത് കിട്ടിയ ആള് മരിക്കുക തന്നെ ചെയ്യും. അതാണെങ്കിൽ മഞ്ജുമയായിരിക്കും അങ്ങനെയാണെങ്കിൽ മരിക്കുന്നുണ്ടാകാം. എന്തായാലും ക്ലൈമാക്സ് ഈ വെള്ളിയാഴ്ചയാണോ അതുപോലെ തന്നെ ഇനി വരുന്ന ബുധനാഴ്ചയാണോന്ന് ഉറപ്പില്ല. എന്തായാലും ഇഷ്ടം മാത്രത്തിന്റെ മാത്രമേ ക്ലൈമാക്സ് ആണെന്ന് പറഞ്ഞിട്ട് പ്രൊമോ വന്നിട്ടുള്ളൂ. ബാക്കി എല്ലാ സീരിയലും ക്ലൈമാക്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒന്നിന്റെയും ക്ലൈമാക്സ് പ്രൊമോ ഒന്നും വന്നിട്ടില്ല. ക്ലൈമാക്സ് ആകുന്നു എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ഇഷ്ടമാത്രത്തിൽ കറക്റ്റ് ആയിട്ട് കഥ അന്ത്യത്തിലേക്ക് എന്ന് പ്രത്യേകം കാണിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഇഷ്ട പരമ്പരയെ ഇഷ്ടം മാത്രം നമ്മുടെ ആകാശ് ജയിലിൽ പോകുന്ന ഭാഗം തന്നെയാണ് നമ്മൾ ഇനി അങ്ങോട്ട് കാണാൻ വേണ്ടി പോണത്. അപ്പൊ മാത്രമല്ല, നാളെ നമ്മുടെ ആകാശ് ആ ഒരു കത്തിയായിട്ട് വരില്ലേ, കത്തിയായിട്ട് കുത്തി കഴിയുമ്പോഴേക്കും നമ്മുടെ ആദ്യം വരുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് ആദ്യം അവിടെ വരുന്നുണ്ട്. ആദ്യം വരുമ്പോഴേക്കും എന്താ നമ്മുടെ ആദ്യം കാണുന്നുണ്ട്. നമ്മുടെ ആകാശിന്റെ കണ്ണ് മാത്രമേ കാണുന്നുള്ളെങ്കിലും അത് ആകാശാണെന്ന് ആദ്യം മനസ്സിലാക്കുന്നുണ്ട്. അവിടെ നിന്ന് രക്ഷപ്പെടാൻ പോകുന്ന ആകാശിനെ പിടിച്ച് വലിച്ച് കുലുക്കിയിടുന്നത് നമ്മുടെ ആദ്യം തന്നെയാണ് കേട്ടോ. അപ്പൊ ആ ഒരു ഭാഗം നാളത്തെ പ്രൊമോയില് കാണിക്കുന്ന ഒരു ഭാഗമാണ്. പിന്നെ ഇനി വരാൻ പോകുന്ന ആകാശ് ഇങ്ങനെ ജയിലിലായി കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കേണ്ടത് നമ്മുടെ ഇഷിതയുടെ പ്രസവമാണ്. അതെ, അങ്ങനെ ഇഷിതയുടെ കുഞ്ഞിനെ ആദ്യം കയ്യിൽ വാങ്ങിക്കണത് നമ്മുടെ ആദ്യം അതുപോലെ തന്നെ നമ്മുടെ ചിപ്പിയും കൂടി ചേർന്നിട്ടാണ്. രണ്ടുപേരും കൂടി തന്റെ കുഞ്ഞ് വാവേനെ സ്വീകരിക്കുകയാണ്. ഇഷിത തന്റെ 3 മക്കളെയും ചേർത്ത് പിടിക്കുകയാണ്. പിന്നെ നമ്മുടെ മാധവ് ഇഷിതയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. പ്രസവിച്ച് കിടക്കുന്ന ഇഷിതയുടെ അടുത്തേക്ക് മാധവും ലയയും കൂടി വരികയാണ് കുഞ്ഞിനെ കാണാനായിട്ട്. അപ്പൊ ലയ കുഞ്ഞിനെ പതുക്കി ഒന്ന് എടുക്കുന്നുണ്ട്. ആ സമയത്ത് മാധവ് പറയുന്നുണ്ട്, അതെ ലയ കുഞ്ഞിനേക്ക് എടുക്കാൻ വേണ്ടി പഠിച്ചോ കേട്ടോ എന്ന് പറയാണ്. അപ്പൊ ഇഷിത ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പൊ മാധവ് പറയുന്നുണ്ട്, അതെ ഇഷിത പറഞ്ഞ ഡോക്ടറെ ഞങ്ങൾ പോയി കൺസൾട്ട് ചെയ്തായിരുന്നു. ലയക്ക് വിശേഷമുണ്ട്, 1.5 മാസം ആയിട്ടുള്ളൂ. ആണോ? അതെ. എന്തായാലും ഇഷിതയുടെ അടുത്തുള്ള ശത്രുത മാറിയപ്പോ തന്നെ എനിക്ക് നല്ല കാര്യങ്ങളൊക്കെ സംഭവിക്കാൻ തുടങ്ങി എന്ന് ലയയും പറയണം. അങ്ങനെ ലയയും ഒരു അമ്മയാവാൻ വേണ്ടി പോകുന്ന ഭാഗമാണ് നമ്മൾ ക്ലൈമാക്സിൽ കാണാൻ വേണ്ടി പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ. എല്ലാവർക്കും ഹാപ്പി വിഷു. നാളെ നമുക്ക് സീരിയൽ ഇല്ല കേട്ടോ, സിനിമയാണ്. അപ്പൊ ഹാപ്പി വിഷു. ടേക്ക് കെയർ. ബൈ ബൈ.